ഹായ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് കറുപ്പ് റിവ്യൂലോട്ടാണ്. ഈ ഒരു പടം ഇറങ്ങിയിട്ട് കുറച്ച് ദിവസമായി. ഞാൻ ഇന്നലെയാണ് പടം പടം കണ്ടത് ഇന്നലെയാണ്. അപ്പം ഈ പടം കണ്ടിട്ട് എനിക്ക് എന്താ തോന്നി, ഞാൻ എല്ലാവരും ഏറെക്കുറെ റിവ്യൂസൊക്കെ അറിഞ്ഞു കാണും. പടം നല്ലോണം ഓടുന്നുണ്ട്, അത് വളരെ സന്തോഷമുണ്ട്, വളരെയധികം സന്തോഷമുണ്ട്. കാരണം സൂര്യ അണ്ണൻ്റെ കുറേ നാളായി ഒരു പടം, ഏകദേശം എനിക്ക് തോന്നുന്നു 24-ന് ശേഷം സൂര്യ അണ്ണന് അത്ര ഹിറ്റ് കിട്ടിയിട്ടില്ല. ഇപ്പം ഇത്രയും നാൾ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അതായത് സച്ചിൻ സെഞ്ചുറി അടിക്കുന്നതിന് തൊട്ട്, സച്ചിൻ്റെ സെഞ്ചുറി അറിയാലോ, 99 ഔട്ടാവും, 98, 97, 96, 95, 90 ഏറ്റവും കൂടുതൽ എടുത്ത് ഔട്ടായിരിക്കുന്ന സച്ചിൻ. അതേപോലെ സച്ചിൻ സെഞ്ചുറി അടിക്കുന്നത് നോക്കിയിരിക്കുന്നതിലൂട്ടായിരുന്നു സൂര്യ അണ്ണൻ്റെ ഒരു ഹിറ്റ് നോക്കിയിരുന്നത്. അപ്പോൾ ഈ കറുപ്പ് അത്യാവശ്യം ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പം ഈ ഒരു സിനിമ ഹിറ്റ് സ്റ്റാറ്റസ് ഇടം നേടിയിട്ടുണ്ട്. അപ്പം എനിക്ക് ഈ പടം എങ്ങനെ എടുത്തെന്ന് വെച്ചാൽ, എനിക്ക് ഈ പടം അത്ര ഇഷ്ടമായിട്ടില്ല. അതിനുള്ള കാരണങ്ങളും സഹിതം, കാരണം ഫുള്ള് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ അവസാനം വരുന്ന കാണണം. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഡയറക്ടർ RJ ബാലാജി. ഇതിനു മുമ്പ് മൂക്കുത്തി അമ്മൻ, LKG എന്നീ പടത്തിന് ശേഷം RK ബാലാജി ഡയറക്ഷൻ ചെയ്ത സിനിമ. റൈറ്റർ കുറേ അധികം പേരുണ്ട്. RK ബാലാജി, കുറേ കോ റൈറ്ററുണ്ട്, രാഹുൽ രാജ്, അങ്ങനെ കുറേ റൈറ്റർമാരെ കൂടെ ചേർന്ന് എഴുതിയിട്ടുണ്ട്. പടം തുടങ്ങുന്നത് CM, തമിഴ്നാട് CM തളപതി വിജയുടെ ഒരു നന്ദിയിലൂടെയാണ്, പടം ടൈറ്റിലൂടെയാണ് പടം തുടങ്ങുന്നത്. വിജയണ്ണ CM ആയതിനു ശേഷം ഫസ്റ്റ് റിലീസാവുന്ന പടം ഈ കറുപ്പാണ്. അപ്പോൾ അതുപോലെ വിജയുടെ ഒരു ടൈറ്റിൽ കാണിച്ച് അത് നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങി. ഇന്ദ്രൻ സേട്ടനും പിന്നെ ഇന്ദ്രൻ സേട്ടൻ്റെ മോളായിട്ട് അഭിനയിച്ച മറ്റേ ആലപ്പുഴ ജുംഖാനിക്കകത്തൊക്കെ അഭിനയിച്ച ഒരു പെൺകൊച്ചുണ്ട്. ഇവർ രണ്ടുപേരും കാണിച്ചുകൊണ്ടാണ് പടം തുടങ്ങുന്നത്. മലയാളിയായിട്ട് തന്നെയാണ് ഇന്ദ്രൻ സേട്ടനകത്ത് കാണിക്കുന്നത്. കിടിലൻ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പടത്തിൻ്റെ, ഈ ഒരു സിനിമയുടെ നടുതൂൺ എന്ന് പറഞ്ഞാൽ സൂര്യയും RJ ബാലാജിയും ഒന്നുമല്ല. എനിക്ക് തോന്നിയത് അതല്ല. ഈ ഒരു സിനിമയുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഘടകം എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരും, പ്രത്യേകിച്ച് ഇന്ദ്രൻ സേട്ടൻ. കിടിലൻ പെർഫോമൻസ്. ചില ഞാൻ പറയാം, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പറയാം. പിന്നെ RJ ബാലാജി ഉണ്ട്, തൃഷ ഒരു റോൾ ചെയ്യുന്നുണ്ട്. എല്ലാവരെയും പറ്റി ഞാൻ പറയാം, ഓരോ നെഗറ്റീവ് കാര്യങ്ങളെല്ലാം ഞാൻ പറയാം. അപ്പം അങ്ങനെ പടം തുടങ്ങുന്നു. അപ്പോൾ പടത്തിൻ്റെ ആ ഒരു ബിൽഡ് ചെയ്യുന്ന കാര്യത്തിൽ, തുടക്കം ഒരു സ്റ്റോറി ഒന്ന് ബിൽഡ് ചെയ്യണമല്ലോ, ആ ഒരു സ്റ്റോറി ബിൽഡ് ചെയ്യുന്ന കാര്യത്തിൽ അവർ വിജയിച്ചിട്ടുണ്ട്. തുടക്കത്തിൽ തന്നെ ഇന്ദ്രൻ സേട്ടൻ്റെ ഒരു ബാഗ് മോഷണം പോകുന്നുണ്ട്. ആ മോഷണം പോകുന്ന എന്തുവാണെന്ന് നിങ്ങൾ പടം കണ്ടു നോക്കുക. അത് കഴിഞ്ഞിട്ട് ഇവർ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്യുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കോർട്ടിലോട്ട് പോകുന്നുണ്ട്. അപ്പം അവിടെ നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്, ആ കോർട്ടിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളുമാണ് ഈ സിനിമയുടെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്. ആ കോർട്ടിൻ്റെ ഇതിൽ തന്നെ ഒരു സൈഡിൽ തന്നെ കറുപ്പുസ്വാമി എന്ന് പറഞ്ഞ ഒരു ഉപദേവതയാണ്. തമിഴ്നാട്ടിലെ ഒരു ബോർഡറിൽ, കേരളത്തിലും അതിൻ്റെയൊക്കെ ഒരു അവരുടെ ഉപദേവതയാണ്. ഈ മുരുകനെയൊക്കെ പോലെ ഒരു യോദ്ധാവാണ് കറുപ്പുസ്വാമി. അപ്പം അവരുടെ ഒരു ഉപദേവതയുടെ ഒരു അമ്പലം പോലെ ആ കോർട്ടിൻ്റെ സൈഡിൽ ഈ കറുപ്പുസ്വാമി ഉണ്ട്. അപ്പം ഈ സംഭവം, ഈ കോർട്ട് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നീതി കിട്ടുന്ന കുറേ അധികം പേരുണ്ട്. അതിനകത്ത് ഈ ഇന്ദ്രൻ സേട്ടനും അറിയാതെ പോയി പെടുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ടാണ് പടത്തിലോട്ട് പോകുന്നത്. ഇവിടെയൊക്കെ കാണിക്കുന്ന ഇമോഷനൊക്കെ കിടിലിനായിട്ട് ആ ഇന്ദ്രൻ സേട്ടൻ ഇതെല്ലാം കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവർക്ക് ഈ കോർട്ടിൽ ഉള്ളവർക്കെല്ലാം ഇപ്പം ഒരു നിയമമല്ല, ഈ കോർട്ടിൽ കേസുമായിട്ട് ചെല്ലുന്നവരെ പിഴിയുന്ന ഒരു സ്വഭാവം ഉണ്ട്. അത് ഇതിനകത്തും കറക്റ്റ് കാണിച്ചിട്ടുണ്ട്. കാരണം കോർട്ടുമായിട്ട് ഇന്ദ്രൻ സേട്ടൻ്റെ കയ്യിൽ നിന്ന് തന്നെ ആ കോർട്ടിലുള്ള എല്ലാവർക്കും ഒരു 3 ലക്ഷത്തിലോട്ടം ഉള്ള ബിരിയാണികൾ ഇവരെല്ലാവരും കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ എന്നിട്ടും ആ ഒരു കേസിന് നീതി കിട്ടിയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഇവർ രാത്രിയിലിരുന്ന് പറയുന്നത്, ഞാനും കരഞ്ഞ്. എന്ന് പറഞ്ഞാൽ ഈ ഇന്ദ്രൻ സേട്ടനും എൻ്റെ മോളുമായിട്ട് ഒരു റൂമിലിരുന്ന് കാര്യം പറയും. അപ്പം അവർക്ക് നീതി കിട്ടത്തില്ല. ഇതുപോലെ 3 ലക്ഷം രൂപയുടെ ബിരിയാണി ഇവരെല്ലാവരും കൂടെ, അപ്പോൾ ഒരാൾ മാത്രമല്ല, ആ ഏരിയയിലുള്ള എല്ലാവർക്കും വാങ്ങി കൊടുക്കണം. ഇൻക്ലൂഡ് എല്ലാവരും അനീതി കാണിക്കുന്നവരാ, ഇൻക്ലൂഡ് ജഡ്ജി വരെ. അപ്പം അവർക്കെല്ലാം ബിരിയാണിയുടെ പൈസ എല്ലാം കൂടെ 3 ലക്ഷം രൂപയായി. അത് ഇന്ദ്രൻ സേട്ടൻ പാവം പിടിച്ചൊരു വിട്ടില്ല. അപ്പോൾ ഇന്ദ്രൻ സേട്ടൻ മോളെ സമാധാനിപ്പിച്ചിട്ട് കിടക്കുന്ന സീനുണ്ട്. അപ്പം അന്നേരം ഇന്ദ്രൻ സേട്ടൻ കരയുന്ന ഒരു സീനുണ്ട്. നമുക്കായാലും വിഷമം വരും. കാരണം അതേപോലെ ഫീലിംഗ് ആ ഒരു കരച്ചിലിൽ കാണുന്ന ഓഡിയൻസിന് കിട്ടിയിട്ടുണ്ട്. ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനടുത്ത് കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നായകൻ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് സൂര്യയായിട്ടാണ് മെയിൻ ഫിഗർ കൊടുത്തേക്കുന്നത്. പക്ഷേ നായകൻ സൂര്യയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇതിനകത്ത് RJ ബാലാജിയാണ് തുടക്കം തൊട്ട് അവസാനം വരെ വില്ലനായിട്ട് നിൽക്കുന്നത്. സൂര്യ ഇടയ്ക്കൊക്കെ വരുന്നുണ്ട് ചില സീനുകൾ. അത് എന്തൊക്കെയാ കോമാളിത്തരമെന്ന് ഞാൻ പറഞ്ഞു തരാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സൂര്യണ്ണൻ്റെ ഇൻട്രോയാണ്. സൂര്യണ്ണൻ്റെ ഇൻട്രോ എന്ന് പറഞ്ഞാൽ ഇവരെ സഹായിക്കാനായിട്ട് എത്തുന്ന ഒരു വക്കീലായിട്ടാണ് ഇവരുടെ മുന്നിൽ വരുന്നത്. അപ്പം അങ്ങനെ വന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഇൻ്റർവെല് കവറാകുമ്പോഴേ ഇയാൾ കറുപ്പുസ്വാമി, അതിന് മുമ്പേ പ്രേക്ഷകർക്ക് അറിയാൻ പറ്റും, കറുപ്പുസ്വാമിയായിട്ട് ഒരു ഫൈറ്റ് ഉണ്ട്. എൻ്റെ അമ്മോ,
ഇതേപോലെ ദുരന്ത ഫൈറ്റ്, ഇത് ആരാ അതിൻ്റെ കൊറിയോഗ്രാഫ് ചെയ്ത് ഫൈറ്റ് ചെയ്തേക്കുന്നത് എന്ന് പറഞ്ഞാൽ അൻബർവാന്ന് തോന്നുന്നു. ഇതേപോലെ ദുരന്തം ഒരു ഫൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിതിലെ ഒരു സീൻ പോലും വ്യക്തമാകത്തില്ല. പിന്നെ ഈ സൂര്യനെ ഞാൻ കാണിക്കുമ്പോൾ തന്നെ ഒരു LED ബൾബിൻ്റെ കൂട്ടം, ഒരു ചുമന്ന ഒരു LED ബൾബുണ്ട്. അതേപോലെ നമ്മൾ ഈ ബാറിലൊക്കെ ചെല്ലുമ്പോൾ 0 വോൾട്ട് ഇട്ടേക്കും ചുമന്ന ബൾബ്, അതേപോലത്തെ ഉള്ള ബൾബാണ് ഇതിനകത്ത് സൂര്യൻ ഫൈറ്റ് ചെയ്യുമ്പോൾ ഇട്ടേക്കുന്നത്. അപ്പോൾ ആ ഒരു രീതി വെച്ച് പ്രേക്ഷകർക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല, എന്തൊക്കെയോ അവിടെ കാട്ടിക്കൂട്ടുന്നു. അങ്ങനെ കാട്ടിക്കൂട്ടി അങ്ങനെ എന്തൊക്കെയോ ഫൈറ്റ് കാട്ടിക്കൂട്ടി ഇൻ്റർവെൽ ആവുന്നുണ്ട്. ഇൻ്റർവെൽ കഴിഞ്ഞിട്ട് പിന്നെ അതിനകത്ത് ഒരു ഫൈറ്റ് സീൻ കൊള്ളാം, പക്ഷേ കത്തിയാണ്, ദൈവം ആയതുകൊണ്ട് എന്താ വേണമെങ്കിലും കത്തി കാണിക്കാമല്ലോ. അതുകൊണ്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ആ ശക്തി എല്ലാവർക്കും അറിയാൻ പറ്റും. ആര് വന്നാലും ഇങ്ങനെ കാണിക്കത്തേ ഉള്ളൂ, കാണിക്കുമ്പോൾ അത് അറിയാൻ പറ്റും. ദൈവമാകുമ്പോൾ എന്തുകൊണ്ടെങ്കിലും കാണിക്കാം. പിന്നെ കത്തി ഫൈറ്റൊക്കെ ഉണ്ട്, അപ്പോൾ അത് മറയ്ക്കാൻ വേണ്ടിയായിരിക്കും ദൈവത്തിൻ്റെ ഒരു രീതിയിൽ അത് കാണിക്കുന്നത്. പിന്നെ RJ ബാലാജിയും ദൈവവും, അതായത് സൂര്യണ്ണനും തമ്മിൽ വെല്ലുവിളിക്കുന്ന ഒരു സീനുണ്ടായി. ദൈവവും RJ ബാലാജി ഇവർ തമ്മിൽ വെല്ലുവിളിക്കുക. അതൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നി, എനിക്കൊരു ചിരി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മറ്റൊരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ തൃശ്ശയാണ്. തൃശ്ശയ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ സൂര്യ ദൈവമാണെന്ന്, തൃശ്ശയ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ, ബാക്കി ആർക്കും ദൈവമാണെന്ന് അറിയത്തില്ല. പിന്നെ സ്ഥിരം തമിഴ് സിനിമയിൽ കാണുന്നതിലൂട്ട് തന്നെ നായകനെ ഒട്ടി നിൽക്കുന്ന നായിക, അതാണ് സൂര്യയെ ഒട്ടിക്കുന്നത്. സൂര്യ എന്ന് പറഞ്ഞാൽ കറുപ്പസ്വാമി ദൈവമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ദൈവത്തിനെങ്കിലും ഒന്ന് വെറുതെ വിടേ, തൃഷ മാട്ട ദൈവത്തിനെങ്കിലും ഒന്ന് വെറുതെ വിട്. അപ്പം ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇത് ആള് വേറെയാണ്, ഈ റൂട്ടിലോട്ട് പിടിക്കല്. കാരണം വിജയണ്ണൻ്റെ കൂടെ നടന്ന് ഫാമിലി 2 വഴിക്കായി. പക്ഷേ ഈ ഒരു റൂട്ടിലോട്ട് പോവല്. ഇത് ജ്യോതിക ആള് വേറെയാ. മറ്റേ രാക്കിളിപ്പാട്ടൊക്കെ കണ്ടു കാണുമല്ലോ, അതുപോലെ സൂക്ഷിച്ച് ഈ റൂട്ടിലോട്ട് പോകുന്നത് സൂക്ഷിച്ചു വേണം സൂര്യണ്ണനുമായിട്ടുള്ളത്. അപ്പം ഒട്ടി നിൽക്കുക, അതായത് ഈ സിനിമയ്ക്കകത്ത് ഒട്ടി നിൽക്കുക. തൃശ്ശ ഒട്ടി നിൽക്കുക. അപ്പം അതേപോലെ ആണ് ഏറെക്കുറെ. തൃശ്ശയ്ക്ക് ഇതിനകത്തൊന്നും ഒന്നും ചെയ്യാനൊന്നുമില്ല. പിന്നെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് പടം ഇൻ്റർവെല്ലൊന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടത്. ഇൻ്റർവെല്ലിന് മുമ്പ് വരെ എനിക്ക് നല്ല രീതിയിൽ ഒരു ഇമോഷനും എല്ലാം ട്രാക്കും എല്ലാം നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഇൻ്റർവെല്ല് കഴിഞ്ഞിട്ട് പിന്നെ ഇവരെ എന്തോ ചെയ്തതെന്ന് എനിക്കൊരു അറിയത്തില്ല. കാരണം ഒരു സീനും പരസ്പരം ബന്ധമില്ലാത്ത എന്തൊക്കെയോ കണക്ട് കൂട്ടുന്നു. എനിക്ക് തോന്നുന്നു ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് ഹാഫിൻ്റെ സ്ക്രിപ്റ്റ് RJ ബാലാജി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. അതാണെന്ന് തോന്നുന്നു സൂര്യയുടെ അടുത്ത് കഥ പറഞ്ഞത്. സെക്കൻഡ് ഹാഫിലെ കഥ എനിക്ക് തോന്നുന്നു അവർ ലൊക്കേഷനിൽ വന്ന് എഴുതിയതെന്ന് തോന്നുന്നു. അതേപോലെയാണ് എനിക്ക് തോന്നിയത്. ഒരു സീനും തമ്മിൽ ബന്ധമില്ല. അതിനകത്ത് വേറെ ക്യാരക്ടറുണ്ട്, മൻസൂർ അലിഖാനും പിന്നെ മറ്റേ ജാഫറൊക്കെ ഉണ്ടല്ലോ, മറ്റേ നീളം കുറഞ്ഞ പുള്ളിക്കാരൻ, കൃത്യത്തിനകത്ത് ആ പുള്ളിക്കാരനൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ചുമ്മാ പിടിച്ച് നിർത്തിയേക്കുവോ, അങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ ഒരു ബന്ധമില്ലാതെ എന്തൊക്കെയോ കാണിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ക്ലൈമാക്സ് വരെ എന്തൊക്കെയോ കാണിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കൂടെ സാൻഡി മാസ്റ്ററുടെ ആ ലിയോയുടെ ആ സീൻ, ചോക്ലേറ്റ് കോഫി, അത് മറ്റേ സാൻഡി വന്ന് അത് റീക്രിയേറ്റ് ചെയ്ത് അതേപോലെ കാണിച്ചു വെച്ചിട്ടുണ്ട്. ആ സീനാണ് എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ട്. വിജയ് ഒന്ന് പൊക്കി കാണിക്കുന്നുണ്ട് ആ സീനിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ബന്ധമില്ല, വെറുതെ ഇങ്ങനെ നീട്ടിക്കൊണ്ട് ഇങ്ങനെ പോവുക. ഇന്ന് ക്ലൈമാക്സ് എത്തിക്കഴിഞ്ഞിട്ട് സൂര്യണ്ണൻ്റെ വേറെ 5-ാമത്തെയൊക്കെ റെഫറൻസ് കാണിക്കുന്നുണ്ട്. അതുപോലെ ഏറ്റവും അവസാനം സിംഗം ഒരു കോർട്ടിനകത്ത് കടന്ന് തീ പിടിപ്പിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇയാൾ സിംഗത്തിൻ്റെ ഒരു ലുക്കി വരുന്നുണ്ട്. സിംഗത്തിൻ്റെ ലുക്കിയിൽ ജീപ്പിൽ എനിക്ക് തോന്നുന്നത് ദേവു ആയതുകൊണ്ട് വാടകയ്ക്കൊക്കെ റെൻ്റൊക്കെ ചെറുതായിട്ട് കുറച്ച് കൊടുത്ത് കാണും. അതുപോലെ ജീപ്പിനകത്തും പോലീസ് യൂണിഫോമിലും ആ ഒരു ലുക്കിലൊക്കെ വരുന്നുണ്ട്. അത് എന്തോ ബോർ ഫൈറ്റാണെന്നറിയോ അവിടെ നടക്കുന്നത്. കാരണം ഇതിനകത്ത് ഫൈറ്റ് നമുക്ക് കാണാനേ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ പുകയെ മൊത്തം മറ്റേ ചതിക്കാത്ത ജന്തുവിനകത്ത് അറിയില്ല ഡാൻസ് ചെയ്യുമ്പോൾ മൊത്തം സ്മോക്ക് ഇടണമെന്ന്, അതുപോലെ മൊത്തം സ്മോക്കാണ്, ഒന്നും വ്യക്തമല്ല. ഒന്നീ ഫൈറ്റൊക്കെ എടുക്കുമ്പോൾ നല്ല രീതിയിൽ ഫൈറ്റ് അങ്ങോട്ട് ഇടണം. പിന്നെ ഇതിനകത്ത് VFX ഒക്കെ വളരെ മോശം, എഡിറ്റിങ് വളരെ മോശം. അതായത് ഗ്രീൻ സ്ക്രീനിനകത്തൊക്കെ എഡിറ്റിംഗ് ഉണ്ട്, അതൊക്കെ എന്തോ വളരെ മോശം എന്നറിയോ. പിന്നെ അതിനകത്ത് ഞാൻ ഈ സീനൊക്കെ ഇരുന്ന് ചിരിക്കുമായിരുന്നു. ഞാൻ ഇതുപോലൊരു ഫൈറ്റ് കണ്ട് ചിരിച്ചതെന്ന് പറഞ്ഞാൽ മുമ്പ് അക്ഷയ് കുമാറിൻ്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു, കില്ലാടി കില്ലാടി ഉണ്ടല്ലോ. ആ സിനിമ കണ്ടിട്ടാണ് ഞാൻ ഇത്രയും ചിരിച്ചിട്ടുള്ളത്. ഈ ഒരു സീനെ ഒരു ഇമോഷനും കണക്ട് ആക്കാനൊന്നും ഈ ഒരു സെക്കൻഡ് ഹാഫ് കൊണ്ട് ഒന്നിനും കഴിഞ്ഞിട്ടില്ല. ഞാനിന്ന് ചിരിക്കുമായിരുന്നു. മറ്റേ സിംഗത്തിൻ്റെ കാണിക്കുമ്പോൾ ഞാനിന്ന് ചിരിക്കുമായിരുന്നു. ഇവർ എന്തോ കാണിക്കുന്നതെന്ന് ഞാൻ നോക്കിപ്പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും പറയാനൊന്നുമില്ല. സായി അഭയങ്കറിൻ്റെ മ്യൂസിക് എന്ന് പറഞ്ഞാൽ മ്യൂസിക് കുഴപ്പമില്ല, പക്ഷേ ഇതിനകത്ത് പുള്ളിക്കാരൻ ഒരു മ്യൂസിക് ഇതിനകത്ത് തയ്യാറാക്കിയിട്ടുള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാം ഓർക്കസ്ട്രയൊക്കെ കിട്ടുവാണെങ്കിൽ ആ ഓർക്കസ്ട്രയുടെ ഒരു ട്യൂൺ അങ്ങോട്ട് എടുത്തിട്ട് നമുക്ക് വേറൊരു രീതിയിൽ വേറൊരു സീനിൽ ചെയ്യാൻ പറ്റും. അതേപോലെ എടുത്ത് ഒരു മ്യൂസിക് തന്നെ പല രീതിയിൽ എടുത്ത് മാറ്റിയിട്ടേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നും പണി എടുത്തിട്ടില്ല. പിന്നെ ക്യാമറ വർക്ക് എന്ന് പറഞ്ഞാൽ GK വിഷ്ണു, എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ കലൈപ്പൻ, ഇവരാണ് എഡിറ്റിംഗ് ഒക്കെ ചെയ്തേക്കുന്നത്. എഡിറ്റിംഗ് ഒക്കെ വളരെ മോശം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഗോസ്റ്റ് റൈഡറിൻ്റെ ഒക്കെ റെഫറൻസ് കാണിക്കുന്നുണ്ട്. സൂര്യണ്ണൻ ഇതുപോലെ കുതിരപ്പുറത്തൊക്കെ പോകുമ്പോൾ ഇതുപോലെ മറ്റേ തീയൊക്കെ കാണിക്കുന്നത്, അതൊക്കെ എന്തോ അതിന് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ എഫക്റ്റ് ഒക്കെ ഇട്ട് ചെയ്താൽ തോന്നുന്നു. വളരെ മോശം എഡിറ്റിംഗ്, വളരെ മോശം ഇത് ലൊക്കേഷൻ, സിനിമോട്ടോഗ്രാഫി. ടോട്ടലി നോക്കുവാണെങ്കിൽ ഈ ഒരു പടം കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഒരു സീരിയൽ മോഡലാണ് അവർ എടുത്തു വെച്ചേക്കുന്നത്. അത്രയാണ് എനിക്ക് പറയാനുള്ളത്.
അടുത്ത ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ജിത്തു മാധവൻ്റെ കൂടെ സൂര്യൻ ഒരു പടം വരുന്നുണ്ട്. അതാണ് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന അടുത്ത പടം. അല്ലാതെ വാടിവാസലൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പോയി. അപ്പോൾ ആ പടമാണ് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അതിനകത്തൂടെ ഒരു കിടിലൻ തിരിച്ചുവരവാവട്ടെ. ഈ പടം ഓടുന്നുണ്ട്, ഇതൊരു തിരിച്ചുവരവായിട്ട് ഞാൻ കണക്ക് കൂട്ടുന്നില്ല. തിരിച്ചുവരവ് ആ പടത്തിൽ കൂടെ ആവട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.